നമ്മുടെ ബിസിനസ് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ മക്കൾ അത് ഏറ്റെടുക്കുന്നതിൽ പലർക്കും പല ബിസിനസ്സുകാരും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്, ചലഞ്ചാണ്. എന്താണ് ഞാൻ ഇത്രയൊക്കെ പഠിപ്പിച്ച് ഇത്രയൊക്കെ വലുതാക്കി എനിക്ക് പോലും കിട്ടാത്ത വിദ്യാഭ്യാസം എൻ്റെ മകന് കൊടുത്ത്, എന്നിട്ടും ഞാൻ എൻ്റെ ജീവന് തുല്യം സ്നേഹിച്ച എൻ്റെ ബിസിനസ് എന്തുകൊണ്ട് ഇവർ ഏറ്റെടുക്കുന്നില്ല? ഇവർ ചെയ്യുന്നത് ഒരു കൊടും വഞ്ചനയല്ലേ എന്ന് ചോദിക്കുന്ന എത്രയോ ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. ഇത് അവരുടെ കുറ്റാണോ? നമുക്കിന്ന് പഠിക്കാം, ഡിസ്കസ് ചെയ്യാം. 5 സീക്രട്ടുകൾ അട്രാക്ട്സ് ബിസിനസ് ടു ദ ന്യൂ ജനറേഷൻ. നോക്കാം. അതിലേറ്റവും ആദ്യത്തെ, ഒന്നാമത്തെ, ബിൽഡ് എ ബിസിനസ് ദാറ്റ് റൺസ് വിതൗട്ട് യു. നിങ്ങളുടെ ബിസിനസ് അത് പുതിയ തലമുറ നോക്കുന്നത് ഇതെങ്ങനെ നിങ്ങളില്ലാതെ ഈ വണ്ടി ഓടുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ മകളോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറയോ അവർ നോക്കിക്കാണുന്നത് ഇയാൾ തന്നെ ഇത് 24 മണിക്കൂറും ഫോണും 24 മണിക്കൂറും ടെൻഷനും ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയുടെ അടുത്തിരിക്കാൻ പോലും സമയമില്ല. എന്തിനാണ് ഇതിങ്ങനെ ഓടുന്നത്? ഇതെന്തിനാണ് ഞാൻ എൻ്റെ തലയിൽ കയറ്റി വെക്കുന്നത് എന്നുള്ള ചിന്ത ഇവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അവർക്ക് വേണ്ടത് യുവർ ബിസിനസ് ഇറ്റ് സെൽഫ് എ പ്രൊഡക്റ്റ് തന്നെ എന്തോ ആയിക്കോട്ടെ, ആ പ്രൊഡക്റ്റ് തന്നെ എന്തായിരിക്കും? നിങ്ങൾ ബിസിനസ് തന്നെ ഒരു പ്രൊഡക്റ്റ് ആവണം. എക്സാമ്പിൾ, നിങ്ങളൊരു ബാഗിൻ്റെ ബിസിനസ് ആണെങ്കിൽ ബാഗാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ആ ബാഗ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും അതിൻ്റെ സിസ്റ്റം പ്രോസസ്സായിരിക്കണം, അതിൻ്റെ A to Z എന്നുള്ളത്. അങ്ങനെ ഒരു ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ പ്ലഗ് പിൻ മോഡൽ, ആ മോഡലാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറ അത് ഏറ്റെടുക്കും. തലമുറ മാത്രമല്ല, ഈ ബിസിനസ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാൻ, വിൽക്കാനും മറ്റൊരാൾക്ക് കൊടുക്കാനും പുറത്തൊരു വാല്യൂ അഡീഷൻ ഉണ്ടാക്കാനും ബിസിനസ് ഡോക്യുമെൻറ്റേഷൻ ആയിരിക്കണം, സിസ്റ്റം പ്രോസസ്സായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് ഓടേണ്ടത് റൺസ് വിതൗട്ട് യു. യുവർ ബിസിനസ് ഇറ്റ് സെൽഫ് എ പ്രൊഡക്റ്റ് ആയിരിക്കണം. അതാണ് ഇന്നത്തെ ജനറേഷനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ സീക്രട്ട്. താങ്ക് യു.